നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡെവലപ്മെൻറ്റ് സീരീസ് പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളേവരും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ സീരീസാണ് ഇന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റൊന്നുമല്ല, വളരെയധികം ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ട്രിവാൻഡ്രം മെട്രോ പ്രൊജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ട്രിവാൻഡ്രം മെട്രോ നിങ്ങൾക്കറിയാം, ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ദൂരദർശനിലെ വാർത്തകൾ കേട്ട ഒരു ചെറിയൊരു വാർത്താ ശകലമാണ് ഈ തിരുവനന്തപുരം മെട്രോ എന്ന കാര്യം. അത് വർഷങ്ങൾ നീണ്ടു. അത് പിന്നീട് 2014 വീണ്ടും അതിനൊരു ചലനം വയ്ക്കുന്നത്. അങ്ങനെ അത് ചലനം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതിന് കുറേയേറെ പ്രശ്നങ്ങൾ വന്നു. ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ഈ പ്രോജക്റ്റ് എവിടെ, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ തിരുവനന്തപുരത്ത് ഒരു മെട്രോ എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വികസിക്കുന്ന നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. അതുതന്നെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വികസനമാണ് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിഴിഞ്ഞം പദ്ധതി മുതൽ IT വികസനം വരെ അങ്ങ് പല തലങ്ങളിലുള്ള വികസനമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമുക്ക് ഭാവിയിലേക്ക് നമുക്ക് പലതരത്തിലുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോഴുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് തന്നെ നമുക്ക് ഒരു ഡൗൺ ദ ലൈൻ ഒരു 20-25 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് തികയാതെ വരും. അപ്പോൾ നമ്മൾ ഇന്നേ പ്ലാൻ ചെയ്ത് നമ്മളുടെ ആ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ലോകത്തിലെ ഏത് പ്രധാനപ്പെട്ട വികസിത നഗരം എടുത്തു കഴിഞ്ഞാലും ഏറ്റവും നല്ല ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല കണക്ടിവിറ്റി കൊടുക്കുന്ന നഗരങ്ങളാണ് വികസിക്കുന്നത്. അല്ലാതെ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കല്ല ഡെവലപ്മെൻറ്റ് വരുന്നത്. നമ്മൾ ബെസ്റ്റ് ഫെസിലിറ്റീസ്, ബെസ്റ്റ് എൻവയോൺമെൻറ്റ്, അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും കൊടുത്താൽ മാത്രമേ ആ ഒരു നഗരത്തിലേക്ക് ഡെവലപ്മെൻറ്റ് വരികയുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു പോർട്ട് സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പോർട്ട് സിറ്റികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ മിക്കവാറുമുള്ള പോർട്ട് സിറ്റീസ് എല്ലാം വളരെയധികം ഡെവലപ്പ് ചെയ്ത ഒരു സിറ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ മുംബൈ എടുത്തു കഴിഞ്ഞാൽ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ആംസ്റ്റർഡാം എടുത്തു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇനി സിംഗപ്പൂർ, ഇതേപോലെ നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് തിരുവനന്തപുരം ഉയരണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെയധികം മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ ഫോർമോസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ട്രിവാൻഡ്രം മെട്രോ. ഇടയ്ക്ക് ഇവിടെ നമ്മുടെ വേറെ തരത്തിലുള്ള മെട്രോസ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൈ ബസ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. മെട്രോ മിനി കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. മെട്രോ നിയോ ഇടയ്ക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ DMRCയുടെ പുതിയ പഠനം റിപ്പോർട്ട് ഉടനെ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അത് ഉടനെ വരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ആവശ്യകത എന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് കാലം മുന്നേ വേറെ കുറേ മെട്രോസാണ്, അത് തിരുവനന്തപുരം കോഴിക്കോടും ബേസ്ഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു അങ്ങനെ 2 കമ്പനീസൊന്നും ഒരു നാട്ടിൽ പറ്റത്തില്ല, ഒരു കമ്പനിയെ പാടുള്ളൂ. അങ്ങനെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനം റിപ്പോർട്ട് നൽകാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് DMRCയോടാണ്. അതുപോലെ തന്നെ നമുക്ക് പണ്ടൊരു പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കാലതാമസം കൊണ്ടും ഇത്രയും കാലമായതുകൊണ്ടും അത് മാറ്റേണ്ട ആവശ്യകത വന്നു. ഇപ്പോൾ ഉടനെ DPR സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. അതിനു മുമ്പ് തന്നെ ഇത് സമർപ്പിച്ച് നമുക്ക് അനുമതി കിട്ടാവുന്നതാണ്. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരായിരുന്നാലും കേന്ദ്ര സർക്കാരായിരുന്നാലും അനുകൂലിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. അതുമാത്രമല്ല, ലോക്സഭാ ഇലക്ഷന് മുമ്പാണ് ഇത് വരുന്നതെങ്കിൽ പ്രഖ്യാപനവും വരും. അതുപോലെ തന്നെ ഇത് നടത്തിക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായി വിഭാവനം ചെയ്ത റൂട്ട് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു റൂട്ടാണ്. നമ്മുടെ ടെക്നോ സിറ്റി മുതൽ തുടങ്ങി നമ്മുടെ പള്ളിച്ചിൽ വരെ എത്തി നിൽക്കുന്ന ഒരു ഫേസ്, അതുപോലെ തന്നെ നമുക്ക് ബൈപ്പാസ് വഴി ഇഞ്ചക്കിൽ വരെ നേരെ കിള്ളിപ്പാലം വരുന്ന ഒരു റൂട്ട്, നമ്മുടെ വിഴിഞ്ഞത്തേക്ക് മറ്റൊരു റൂട്ട്, അതുപോലെ തന്നെ മംഗലപുരത്തേക്ക് മറ്റൊരു റൂട്ട്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വളരെയധികം നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ ഈ ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോഴുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ മെട്രോയും കൂടെ വരികയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും. ഈ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോയിങ് ആയിട്ടുള്ള എല്ലാ സിറ്റീസിലും മെട്രോ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. നമുക്ക് പെട്ടെന്ന് കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് ഒരു ബിസിനസ് ഡിസ്ട്രിക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചീപ്പായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ചീപ്പിനേക്കാളുപരി നമുക്ക് സ്പീഡി ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇപ്പോഴത്തെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൃത്യസമയത്തിന് ഓഫീസിലെത്താൻ പാടുപെടും. അതുപോലെ തന്നെ നമുക്ക്
നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടെല്ലാം പാടുപെടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് മടിക്കും. ഈ ഒരു മെട്രോ ഡെവലപ്പ് ചെയ്യുന്നതിന് കൂടി തന്നെ നമുക്ക് നമ്മുടെ എയർപോർട്ടും കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിലാണെങ്കിൽ ഇലക്ട്രിക് ബസ്സുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നൂതനമായ പല സൗകര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇനിയിപ്പോൾ ഇലക്ട്രിക് വന്നു, ഇനിയിപ്പോൾ ഹൈഡ്രജൻ വരുമ്പോൾ അത് കൊണ്ടുവരണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഗ്രീൻ സിറ്റിയിലേക്കും കടക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഭാവിയുടെ സിറ്റി എന്ന രീതിയിൽ ഇതിനെ കുറേ അധികം ഉയർത്തുവാനും സാധിക്കും. നമുക്ക് ഒട്ടനവധി ഡെവലപ്മെൻറ്റ്സ് ഇവിടേക്ക് വരാനായിട്ട് സാധിക്കും. ഒട്ടനവധി ആൾക്കാരുടെ ഇൻഫ്ലോ നമ്മുടെ നാട്ടിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ടൂറിസവും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ടൂറിസ്റ്റുകളും ഇപ്പോൾ നോക്കുന്നത് ഈ ഒരു ദിവസം തന്നെ അവർക്ക് അത്യാവശ്യം നല്ല സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന് ഒത്തിരി സ്ഥലങ്ങൾ കാണാനൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നല്ലൊരു മെച്ചപ്പെട്ട ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള വികസനങ്ങളാണ് വരുന്നത്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ DMRCക്ക് ഈ പറയുന്ന DPR സമർപ്പിക്കാൻ കഴിയട്ടെ. അതിലൂടെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരം മെട്രോ എന്ന് പറയുന്ന ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ ഷിബു സാലിഹ എന്നോടൊപ്പം പ്രണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.